ഹലോ, സോഷ്യൽ മീഡിയയിൽ അല്ലാതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേര് കേൾക്കുമെന്നോ ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ അധികാരപ്പെട്ടവരിൽ എത്തിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും പറയാണ്, ഏത് സർക്കാരും ആയിക്കോട്ടെ, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരോരോ പദ്ധതികൾ കൊണ്ടുവരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. അപ്പം അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം. ഡോക്ടർ സേവന സൗജന്യം, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ടെസ്റ്റുകളെല്ലാം സൗജന്യം, കിടക്കാനുള്ള സൗകര്യം അത് സൗജന്യം. അപ്പോൾ ഒരുപാട് പ്രയോജനമുള്ളത്. പക്ഷേ മെഡിസിൻ്റെ കാര്യം വരുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഭയങ്കര പ്രശ്നം കേട്ടോ അത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് അവിടെ കൊടുത്തു, അത് പതിപ്പിച്ചു. അവിടുന്ന് ഫാർമസിയിലേക്ക് മെഡിസിൻ്റെ ഇതിനെ കുറിച്ച് വരും. ഫാർമസി ചെന്നു, അവരതിനകത്ത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ സീല് വെച്ചിട്ട് പറയും കാരുണ്യയിലേക്ക് പൊക്കോ അവിടെ കാണുന്നു. നമ്മൾ കാരുണ്യയിൽ ഇതും കൊണ്ട് ചെല്ലുമ്പോൾ അവർ എടുത്ത് നോക്കും, സീലുണ്ടോയെന്നൊന്നും നോക്കും. ഇനി വില നോക്കുന്നതാണോ അല്ല ഇനി സ്റ്റോക്ക് നോക്കുന്നതാണെന്നൊന്നും അറിയത്തില്ല. അവരുടെ മുമ്പിലിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ കീബോർഡിനകത്തൊന്ന് ടൈപ്പ് ചെയ്യുന്ന കാണാം. എന്നിട്ട് ഉടനെ അവർ പറയും ഈ മെഡിസിൻ ഇവിടെ ഇല്ല കേട്ടോ, അത് പുറത്തുനിന്ന് പോയി വേറെ മേടിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ ഒരു പൈസ ഇല്ലാതെ അങ്ങനെ ആരും ഹോസ്പിറ്റലിൽ പോയില്ല. എങ്കിലും തീരെ നിവർത്തിയില്ലാത്തവർ ചിലപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടായിരിക്കും. അപ്പോൾ മരുന്ന് എടുക്കുന്നിടത്ത് ചെല്ലുമ്പോൾ ഇതുപോലെ ഇവിടെ ഇല്ല കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പുനലൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ പറയുന്നത്. ഇതേ അനുഭവം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ, അപ്പോൾ അവിടുന്ന് റെഫർ ചെയ്തിട്ട് പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിട്ട ആളിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ ഉള്ളൂർ ഹോസ്പിറ്റലിലേക്ക് വിടേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇതേ അവസ്ഥ. അവരും അവിടുന്ന് കാരുണ്യയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ മരുന്നിനൊക്കെ കുറിച്ച് വന്നു. അപ്പോൾ നമ്മൾ ഈ ഉള്ളൂർ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് ബസ് കയറി വേണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കാരുണ്യയിൽ വരാൻ. അപ്പം അവിടെ രോഗി ഒറ്റയ്ക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ മരുന്ന് ചോദിക്കുന്ന സമയത്ത് ഇതേ പറഞ്ഞ പോലെ തന്നെ അവർ സീലുണ്ടോ നോക്കി അവരുടെ വകയും ഒരു സീല് തന്നിട്ട് പറഞ്ഞ് ഇവിടെ ഇല്ല HLL പോകാൻ. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിൽ വന്ന് ചോദിച്ചപ്പോഴും അവിടുന്ന് സീല് കിട്ടി. മെഡിസിൻ കിട്ടുന്നില്ലെങ്കിലും കൃത്യമായിട്ട് സീല്, അതിനൊരു കുറവുമില്ല. കറക്റ്റായിട്ട് ഈ സീല് കൊണ്ട് കൊടുത്താൽ രോഗിയുടെ രോഗം മാറുമോ അതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ സീല് തരുന്നുണ്ട്, മരുന്ന് തരുന്നില്ല. എന്താ അതിൻ്റെ കാരണമെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഉള്ളിൽ തോന്നിയൊരു തോന്നലാണ്, ഇനി വില കൂടിയ മരുന്നുകളായത് കൊണ്ടാണോ തരാത്തത്. കാരണം എനിക്ക് മാത്രമല്ല ഈ അനുഭവം ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാരുണ്യയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന 4 പേർക്ക് ഇതേ അവസ്ഥ തന്നെ ഉണ്ടായത്. ഇതിവിടെ ഇല്ല കേട്ടോ, ഇതിവിടെ ഇല്ല കേട്ടോ, ഇതിവിടെ ഇല്ല കേട്ടോ, ഈ ഇല്ല കേട്ടോ, ഇല്ല കേട്ടോ, ഇല്ല കേട്ടോ, ഇതേ കേൾക്കാനുള്ളൂ. സർക്കാരിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഡോക്ടറുടെ സേവനവും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. മെഡിസിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി കൃത്യമായിട്ട് മെഡിസിൻ ഈ പറഞ്ഞ കാരുണ്യയിലോ HLL ഒക്കെ എത്താത്തതാണോ എത്തിയിട്ടും കൊടുക്കാത്തതാണോ അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കാര്യം അധികാരികളുടെ മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടത്. കണ്ടവർ കേട്ടവർക്ക് അഭിപ്രായം പറയാം. അല്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് ചെയ്യാം. ഓരോരുത്തരുടെയും അഭിപ്രായം വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ താഴെ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടുകയും ചെയ്യരുത്.